ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മാഡ്നസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ്. ചെറിയ ചെറിയ കാസ് രണ്ടും നമ്മൾ ഫ്രിസ്ബിയിൽ നിന്നാണ് മേടിച്ചത്. ഇത് മൂന്നും നമ്മൾ ഒരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ശങ്കർ, ഒത്തിരി താങ്ക്സ്. ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതും അവിടെ സെയിലിനുണ്ടായിരുന്നു ഇന്ന് മീറ്റപ്പിൽ, അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് രണ്ട് ഫിലിപ്പീൻസിൽ നിന്ന് പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്നായിട്ട് തുറക്കാം. ആദ്യം നമ്മുടെ ഗൾഫ്. നമ്മൾ ഇപ്പോൾ മെക്ലറിൻ്റെ കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു തന്നെ നമുക്കിപ്പോൾ ഒരുപാടായി മിനി ജിറ്റിയിൽ മെക്ലറിൻ്റെ. ഇത് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് മെക്ലറിൻ്റെ F1 GTR. പെട്ടെന്ന് തന്നെ തുറക്കാം. ഇതും ഒരു ലെമൻസിൻ്റെ കാറാണ്. ഞാൻ പെട്ടെന്ന് തുറന്ന് കാണാനുള്ളൊരു വെപ്രാളം എനിക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്ന് കാണാം. എൻ്റെ ഗൾഫിൻ്റെ മൂന്നാമത്തെ വണ്ടിയാണ്. ഇതാണ് നമ്മുടെ മെക്ലറൻ. ആകെ ടയർഡായിട്ടുണ്ട്. അത് ഇന്നൊരു അൺബോക്സിങ്ങിലൊരു ജീവനില്ലാത്ത മടുത്തു. അപ്പോൾ അടുത്തത് നമ്മുടെ മെക്ലറിൻ്റെ സ്പൈഡർ 750S. ഇതും മെക്ലറൻ. ഞാൻ എന്താ പറഞ്ഞത്, ഞങ്ങളുടെ കളക്ഷനിൽ ഇല്ലായിരുന്ന ഒരു കുറവുണ്ടായിരുന്നു മെക്ലറിൻ്റെ. അതിപ്പോൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അടുപ്പിച്ച് ഇത് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ 750S സ്പൈഡർ. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. മിനി ജിറ്റിയുടെ നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും തന്നെ. ഇവിടെ തന്നെ വയ്ക്കാം. ഇതൊന്ന് നമ്മുടെ 1996 ലെമൻസിലുണ്ടായിരുന്നതാണ്. ഗൾഫിൻ്റെ ആണ്. പവേർഡ് ബൈ BMW ആണ്. അടിപൊളി ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഒത്തിരി ഇഷ്ടമായി എനിക്കിതിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ നമ്മൾ അടുത്തൊരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. സൂപ്പറായിട്ടുണ്ട് ഇത്. പിന്നെ ഗൾഫിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കൂടുതലാണ്, എന്താണെന്നറിയില്ല. ഭയങ്കര ഇഷ്ടമാണ് ഗൾഫിൻ്റെ കാസ്. ഇത് പിന്നെ സ്പൈഡർ എനിക്ക് അവനെക്കുറിച്ച് അത്ര ഇതില്ല. അത് മോൻ്റെ ഒരു സെലക്ഷനായിരുന്നു. അത്രയും ഒരു കാര്യമായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത അൺബോക്സിങ്ങിലോട്ട് പോകാം. അടുത്തത് നമ്മുടെ പോർഷെ 911 Carrera. ഇപ്പോൾ നമുക്ക് ഹോട്ട് വീൽസിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ട് മിനി ജിറ്റിയിലോട്ടാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മിനി ജിറ്റി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കയ്യിൽ. കാരണം ഈ പ്രാവശ്യത്തെ കേസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചതാണ്. ഈ വർഷം നമ്മൾ എല്ലാ കേസിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് പറഞ്ഞ്. പക്ഷേ എന്താ പറയുക, കേസിൻ്റെ അവൈലബിലിറ്റിയേ ഇല്ലായിരുന്നു. ഹോട്ട് വീൽസിന് ഇപ്പോൾ എന്താ പറയുക, സ്വർണത്തെക്കാളും വിലയാണ്. അത്രയും പിച്ച് പറിച്ചുകൊണ്ടാണ് പബ്ലിക് ഓടുന്നത്. എന്താണെന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. നമ്മളെ പോലെയുള്ള സിൻസിയറായിട്ടുള്ള കളക്ടേഴ്സിന് ഒരു പീസ് പോലും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് പബ്ലിക് ഇങ്ങനെ കാണിക്കുന്നത്, അതിൻ്റെ മീനിങ് അറിഞ്ഞിട്ടാണോ ഇവർ ഈ കാണിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ Carrera. ഇതിന് അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. സൈഡിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈഡിലിവിടെ Carrera എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്. ഇവിടെ നല്ല സൂപ്പർ ഡീറ്റെയിലിംഗ് ആണ്.
പിന്നെ അടിഭാഗത്ത് അടിഭാഗത്തൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കെരേര. നല്ല സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 911. ഇവനെ ഇവിടെ വയ്ക്കാം. പിന്നെ നമ്മുടെ താരം ഇതാ കേഡോസിൻ്റെ മിനി GT നിസാൻ സ്കൈലൈൻ GTR വിത്ത് ആക്റ്റീവ് കാർബൺ. അതാണ് വണ്ടിയുടെ പ്രത്യേകത. കേഡോസിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ആൻഡ് ഓപ്പണിംഗ് പാർട്സും ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്ന് തന്നെ കാണാം. മെല്ലെ തുറക്കാം. അവൻ അവിടെ നിന്ന് ക്യാമറയുടെ ബാക്കിൽ നിന്ന് മോൻ മെല്ലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ തപ്പി നടന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫിലിപ്പീൻസിൽ നിന്ന് നമ്മുടെ ഈ KDC ഗ്രൂപ്പിലുള്ളൊരു ശങ്കർ ആണ് കൊണ്ടു തന്നത്. ശങ്കറിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം ഒരുപാട് മോൻ അന്വേഷിച്ച് നടന്ന ഒരു കാറാണ്. ശങ്കറുമായിട്ട് നമുക്ക് എൻ്റെ അനിയൻ വിനീതാണ് ഹെൽപ്പ് ചെയ്തത് ശങ്കറിനോട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമുക്ക് ഇത് കയ്യിൽ കിട്ടി. മടുത്തിട്ടായിട്ട് തൊണ്ടയൊക്കെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേഡോസിൻ്റെ ഫസ്റ്റ് കളക്ഷനാണ് എൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് വണ്ടിയാണ് കേഡോസിൻ്റെ മേക്കിലുള്ളത്. സോറി, തൊണ്ട കുറച്ച് അടയ്ക്കുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച്, എനിക്ക് നാട്ടിലോട്ട് വന്നപ്പോൾ നല്ല ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ക്ലിയറായി വരുന്നത്. ഞാൻ സൂക്ഷിച്ച് ചെയ്യാം, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ഓ സൂപ്പർബ്. ഇതാണ് നമ്മുടെ നിസാൻ സ്കൈലൈൻ GTR വിത്ത് 33 വിത്ത് ആക്റ്റീവ് കാർബൺ ആൻഡ് ഓപ്പണബിൾ പാർട്സ്. ഭയങ്കരമായിട്ട് തൊണ്ടയിൽ പ്രശ്നമാകുന്നുണ്ട്, സോറി. ഇതാണ് നമ്മുടെ ഇവിടെ കാർബൺ 6 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ SS ആക്റ്റീവ് എന്ന് ഇട്ടിട്ടുണ്ട്. ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ കാർബൺ 6. ആൻഡ് ഇതിൻ്റെ അടിഭാഗം നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അടിയിൽ എഴുതിയിട്ട് കേഡോസ് അതൊക്കെ എഴുതിയിട്ടുണ്ട്. എവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ നിസാൻ സ്കൈലൈൻ GTR R33. അപ്പോൾ ഇതിൻ്റെ ഓപ്പണബിൾ പാർട്സ് ഇതാണ്. നല്ല സൂപ്പർബ് ആൻഡ് ഫൈൻ ഡീറ്റെയിലിംഗ് ആണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഇത്രയും ചെറിയ 64-ലൊക്കെ ഇത്രയുമായിട്ട് ആ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പറ്റുന്ന തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു കഴിവാണ്. അതുകൊണ്ട് നല്ലൊരു എൻ്റെ കളക്ഷനിൽ നല്ലൊരു അടിപൊളി എഡിഷനാണ് ഇവൻ. നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഫുള്ളായിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ പുതിയ ആള് കേഡോസിൻ്റെ. അപ്പോൾ ഇവനെ നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ അടുത്തത് നമ്മുടെ ടാമാക്കിൻ്റെ RWB ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആൻഡ് അക്കിര നക്കായെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഞാൻ ഭയങ്കര ഒരു ബിഗ് ഒരു ഹ്യൂജ് ഫാനാണ് അക്കിര നക്കായുടെ. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് ഒരു ചെറിയൊരു ഫിഗറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഞാൻ ഒരു RWBക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചും ശങ്കറിനോട് തന്നെ പറഞ്ഞു ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി.
അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിനെവിടെ വയ്ക്കാം. ഓ വാവ്, സൂപ്പർബായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാണ് RWB ടാർമാക് വർക്ക്സ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പൺ ആക്കാം. ഇതാണ് നമ്മുടെ RWB. ഒരുപാട് നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം കിട്ടിയതാണ്. ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഇതിന്. ലിമിറ്റഡ് പ്രൊഡക്ഷൻ മോഡൽ ആൻഡ് you are now part of our model car revolution RWB 964 to chassis number so and so and ഇതാണ്. ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് മോഡൽ. ഒത്തിരി നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ RWB നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ അക്കീന നക്കായും പുള്ളിക്കാരൻ്റെ RWBയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഫിഗറിനും കയ്യിൽ കിട്ടി. ഈസി ആയിട്ട് എൻ്റെ അടുത്തുള്ള പൗച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നാളെ ഇതിൻ്റെ ക്ലിയർ ഫോട്ടോസ് ഞാൻ നല്ല വെളിച്ചത്തിൽ അടിപൊളി ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും മിനിയേച്ചർ മാഡ്നസിലും ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് കാണാൻ എല്ലാ വണ്ടിയുടെ. അപ്പോൾ ഇതാണ് ഒത്തിരി നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ അക്കിച്ചേട്ടന്, ഞാൻ അക്കിച്ചേട്ടൻ എന്നാണ് സാധാരണ പറയാറ്, അക്കിച്ചേട്ടന് പുള്ളിക്കാരൻ്റെ RWB കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനൽ മീൻസ് നമ്മുടെ വണ്ടികളെ, ഈ കുഞ്ഞു വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് ടൈമിന് എൻ്റെ വീഡിയോസ്, പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. താങ്ക്